നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പകരക്കാരനാര്? KPCC അധ്യക്ഷ പദത്തിൽ അഭ്യൂഹങ്ങൾ തുടരുന്നതിനിടെ നിലപാട് വ്യക്തമാക്കിയ ഹൈക്കമാൻഡ്. സംഘടനാ തെരഞ്ഞെടുപ്പ് വരെ താൽക്കാലിക അധ്യക്ഷനെ നിയമിക്കും. VM സുധീരന്റെ രാജി ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നും ഹൈക്കമാൻഡ്. പദവി ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകാത്ത സാഹചര്യത്തിൽ താൽക്കാലിക ചുമതല MM ഹസന് നൽകിയേക്കും. പ്രസിഡന്റ് പദം വേണമെന്ന ഗ്രൂപ്പിനോട് ഉമ്മൻചാണ്ടി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാതെ തീരുമാനം രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന്റെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു. ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ച് പാകിസ്ഥാനെ ലോകത്തെ തീവ്രവാദ ഫാക്ടറി എന്ന് വിശേഷിപ്പിച്ച് ഐക്യരാഷ്ട്രസഭയിൽ വീണ്ടും ഇന്ത്യയുടെ കടന്നാക്രമണം. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്നു. വ്യത്യസ്തങ്ങളായ നടപടികൾ കൈക്കൊണ്ട് പാകിസ്ഥാൻ സ്വന്തം ജനതയെ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തുന്നു. പരാമർശം ജനീവയിൽ നടക്കുന്ന മനുഷ്യാവകാശ കൗൺസിലിൽ. ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തിവരുന്ന അതിർത്തി ലംഘനവും തീവ്രവാദ ഭീഷണിയും തടയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞെന്ന് UN ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി നബനീത ചക്രവർത്തി. കശ്മീർ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നം. വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കാനുള്ള പാക് ശ്രമങ്ങളെ തടയണമെന്നും ഇന്ത്യ. വിശ്വാസം നേടി പരീക്കർ. കോൺഗ്രസ് അവകാശവാദങ്ങൾ തച്ചുടച്ച് ഗോവ മന്ത്രിസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ച് BJP സർക്കാർ. മുഖ്യമന്ത്രി മനോഹർ പരീക്കർ മന്ത്രിസഭയ്ക്ക് 22 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചപ്പോൾ കോൺഗ്രസിന് നേടാനായത് 16 വോട്ടുകൾ മാത്രം. ഹൈക്കമാൻഡുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഒരു MLA വിട്ടുനിന്നു. സംസ്ഥാനത്ത് വിശ്വാസ വോട്ടെടുപ്പിന് കളമൊരുങ്ങിയത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനെ മറികടന്ന് സർക്കാർ ഉണ്ടാക്കാൻ ഗവർണർ BJP ക്ഷണിച്ചതോടെ. നടപടി ചോദ്യം ചെയ്ത് കോൺഗ്രസ് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി വിശ്വാസം തേടാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതേസമയം പഞ്ചാബിൽ അധികാരം ഏറ്റെടുത്ത കോൺഗ്രസ് സർക്കാർ. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് 9 അംഗ മന്ത്രിസഭ. നവജോത് സിംഗ് സിദ്ധുവിന് ക്യാബിനറ്റ് പദവി. ചടങ്ങിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പങ്കെടുത്തു. ഞെട്ടലൊഴിയാതെ കേരളം. കൊല്ലം കുണ്ടറയിൽ 10 വയസ്സുകാരി പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അമ്മയടക്കം 9 പേർ കസ്റ്റഡിയിൽ. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക്. നടപടി കത്തിലെ കൈയക്ഷരം പെൺകുട്ടിയുടേതല്ലെന്ന ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. മരണത്തിൽ അന്വേഷണം കാര്യക്ഷമമായി പുരോഗമിക്കുന്നുവെന്ന് കൊല്ലം റൂറൽ SP S സുരേന്ദ്രൻ. ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര സഹകരണം ലഭിക്കുന്നില്ലെന്നും സംഭവത്തിൽ നടപടി സ്വീകരിക്കുന്നതിൽ കാലതാമസമുണ്ടായെന്നും വിശദീകരണം. അതിനിടെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ കുണ്ടറ SI രജീഷ് കുമാറിന് സസ്പെൻഷൻ. ദക്ഷിണ മേഖല IG മനോജ് എബ്രഹാമിന്റെ നടപടി. സംഭവത്തിൽ കുണ്ടറ CI സാബുവിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ. ജോസ് ഷീല ദമ്പതികളുടെ മകൾ അനിലയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജനുവരി 15-ന്. ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2690 രൂപ, പവൻ 21,520 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30-ന് കിരണ ചേരും. നമസ്കാരം.